അത് റൈഫിൾ ക്ലബ്ബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് റൈഫിൾ ക്ലബ്ബിൽ ബിബിൻ പെരുമ്പള്ളി അതിനകത്ത് ആക്ടറായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് അതിനകത്തൊരു 50 മിനിറ്റ്സോളം CG VFX ഉള്ള സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. അപ്പം അതിൻ്റെ വർക്ക് ഞാൻ ലിറ്റിൽ ഇപ്പോൾ തന്നെയാണ് ചെയ്തത്. അങ്ങനെയാണ് പെരുമ്പള്ളിയായിട്ട് സംസാരിക്കുന്നത്. പെരുമ്പള്ളിയാണ് അവരെ നിമിഷമായിട്ടും ഡൊമിനിക്കായിട്ടും സ്റ്റോറി പറയാനായിട്ട് വിളിച്ചത്. ഞാൻ അവിടെ പോയി സ്റ്റോറി കേട്ടു. അപ്പോൾ തന്നെ സൂപ്പർ ഹീറോ ആണെന്ന് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഏരിയയായി അത് ചാർജായി. പിന്നെ കഥ കേട്ടപ്പോൾ അത് സൂപ്പർ ഹീറോ ആണെങ്കിൽ കൂടി വളരെ മിനിമലായിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു സ്ഥലത്ത് കൂടെ തന്നെ പറയണം, ഓവർ VFX വേണ്ട എന്നൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും വന്നാലും അത് റിയലിസ്റ്റിക്കായ ലോകവുമായി ബ്ലെൻഡ് ചെയ്ത് പോകണം, പക്ഷെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടാവും ഇതിനകത്ത് എന്നുള്ളത് ആദ്യമേ നിമിഷിൻ്റെയൊക്കെ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ വർക്കുകളിലേക്ക് കയറി. പിന്നെ ഷൂട്ടിലും എനിക്കൊന്ന് 6 മാസത്തോളം ഉണ്ടായിരുന്നു ഷൂട്ട്, പല പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അവിടെയും അവരുടെ കൂടെ ഗ്രൂപ്പിൻ്റെ ഒപ്പം സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് ഫുട്ടേജ് കിട്ടി. പിന്നെയാണ് നമ്മളെ സ്റ്റുഡിയോകളിലേക്ക് കണക്ട് ചെയ്ത് നമ്മളെല്ലാവരും കൂടെ വീതിച്ച് അതിനൊരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാം. പിന്നെ ഓണം റിലീസ് ഡേറ്റ് വന്നപ്പോഴത്തേക്കും ടൈറ്റായി. പിന്നെ 2 മാസം കൊണ്ട് രാത്രിയും പകലും വർക്കായിരുന്നു. അവസാനം തീർത്തു. അതായിരുന്നു എൻ്റെ ഒരു ഓവറോൾ സ്റ്റോറി.